ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഹൗസിനുള്ളിൽ ഗെയിം കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ രക്ഷിതാക്കൾ പുറത്തുനിന്ന് ഗെയിം കളിക്കുന്നത് നമ്മൾ ആദ്യമായാണ് കാണുന്നത്. ജാസ്മിന്റെ വാപ്പ സിബിനെയും ആരെയും ചെന്നൈയിൽ വെച്ച് കണ്ടത് എല്ലാവരും അറിഞ്ഞതാണ്. ബിഗ് ബോസിന്റെ ടെക്നിക്കൽ ടീമുമായി പുള്ളി നല്ലപോലെ കോർത്തിട്ടാണ് ആ പാവ അകത്ത് കയറ്റാൻ സമ്മതിച്ചതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതെ, പേര് പറയുന്നില്ല. അദ്ദേഹം കൊടുത്തയച്ച ബൊമ്മ നേരത്തെ നമ്മൾ അവിടെ കൊടുത്തു. ഇവരകത്തേക്ക് വിട്ടില്ല, ഇവരകത്തേക്ക് കൊടുത്തില്ല. അതെന്തുകൊണ്ട് കൊടുക്കാത്തതെന്ന് അങ്കിൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അങ്കിൾ അവിടെ ചെന്നതിന് ശേഷം ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ കണ്ടു സംസാരിച്ചു. അയാളോട് പറഞ്ഞു എന്തുകൊണ്ട് ബൊമ്മ നിങ്ങൾ കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോ അവരത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഇതിന്റെ ഒരു കോർഡിനേറ്റർ ഉണ്ട്, അതായത് ഒരു ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ, പേരും പറയുന്നില്ല. ആർട്ടിസ്റ്റ് കോർഡിനേറ്ററിനുമായി ഇവർ അങ്കിൾ ദേഷ്യപ്പെട്ടു എന്നാ പറഞ്ഞു എന്നോട്, ഞങ്ങളോട് ദേഷ്യപ്പെട്ടു. അങ്ങനെ ഞാൻ ആ ബൊമ്മ ഇല്ലാതെ അകത്ത് കയറില്ല, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ മോളെ വിളിച്ചോണ്ട് ഞാൻ പുറത്തിറങ്ങി പോകും എന്നൊക്കെ പറഞ്ഞ് അങ്കിൾ പ്രശ്നം ടിക്കറ്റ് എടുത്തോളാം പറഞ്ഞു. ആ ബൊമ്മ ഉള്ളിൽ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ഞങ്ങൾ തിരിച്ചു പോകും, ജാസ്മിന്റെ ഫാമിലി കയറുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ അടുത്തത് ജാസ്മിനെ ഇറക്കി വിട്ടോ എന്ന് അങ്കിള് അവിടെ പറഞ്ഞു എന്ന് അങ്കിള് ഞങ്ങളോട് പറഞ്ഞു. അതിന്റെ പേരാണ് ബൊമ്മയുമായിട്ട് അകത്ത് കയറാൻ. ജാഫർക്ക് കൊടുത്ത പാവയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അത് മറ്റൊരാൾ ജാസ്മിന് വേണ്ടി കൊടുത്തതായിട്ടാണ് ജാസ്മിന്റെ വാപ്പ ജാസ്മിനോട് പറഞ്ഞിട്ടുള്ളത്. ജാസ്മിൻ ക്യാമറയിൽ നോക്കി ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞ് അലറാതിരിക്കാൻ കളിച്ച ഗെയിമായിട്ടാണ് ഇതിനെ തോന്നിയിട്ടുള്ളത്. വാപ്പ മാലയും ഫോട്ടോയും എടുത്തോണ്ട് പോയത് കൊണ്ട് ജാസ്മിന് മറ്റൊരു ട്രാക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സായി അവിടെ ഉള്ളത് കൊണ്ടാണ് ഗബ്രിയുടെ വിഷയം ആരും വീണ്ടും എടുത്തിടാത്തത്. ജാസ്മിന്റെ വാപ്പയുമായി സായി നല്ല കമ്പനിയാണെന്നും സിബിനും ആരെയും വെളിപ്പെടുത്തിയിരുന്നു. മുമ്പാണ് ആക്ച്വലി ഗബ്രീന്റെ ഒരു കേസ് അങ്കിള് മെൻഷൻ ചെയ്തു. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഒരു പാരന്റ്സിന്റെ നാച്ചുറൽ കൺസേൺ ആണ്. അതിപ്പോ ഏതൊരു പാരന്റ് ആണെങ്കിലും അങ്ങനെ റിയാക്ട് ചെയ്യത്തുള്ളൂ. അങ്കിളിന് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു അവരുടെ ആ ഒരു ബോണ്ടിങ്. അതെന്തോ ആയിക്കോട്ടെ, ആ ഒരു ബോണ്ടിങ് അങ്കിളിനാണെങ്കിലും ഉമ്മച്ചിക്കാണെങ്കിലും താല്പര്യമില്ല. ഇൻഫാക്ട് ആക്ച്വലി ടോൾഡ് മീ, അങ്കിൾ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇന്റർവ്യൂസ് ഒക്കെ നടക്കുന്നത് കണ്ടിട്ട് ഗബ്രീൻ അങ്കിൾ ഫോൺ ചെയ്ത് ഗബ്രിയോട് പറഞ്ഞു, മോനെ ഇനി നീ ജാസ്മിനെ കുറിച്ച് പബ്ലിക്കിൽ സംസാരിക്കരുത്, നീ ഇപ്പൊ ഈ ഉമ്മ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും തെറ്റാണോന്ന് നീ ഇനി സംസാരിക്കണ്ട, നീ ഓൾറെഡി സംസാരിച്ചല്ലോ ഗെയിമിനകത്ത്, മതി, ഡൺ. ഇനി എന്റെ മോളുടെ പേര് നീ പുറത്ത് പറയരുത്. ന്യായമായിട്ടുള്ള ഒരു ആവശ്യം. ഗബ്രി തിരിച്ചു പറഞ്ഞു, അതെ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ മാറ്റർ അവിടെ